ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ പഴയകാല പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുത്തരി നല്ലോണം വറുത്ത് പൊടിച്ച് നല്ല പൊടിച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന, സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി പ്ലേറ്റിനകത്തോട്ട് ഇട്ടിട്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിള്ളേരൊക്കെ തിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. പഴവും തേങ്ങായും ശർക്കരയും ഒക്കെ കൊണ്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇത് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അരി വറുത്ത് പൊടിച്ച റെസിപ്പികൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഒരു 3-4 റെസിപ്പി അരി പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അരി നല്ലോണം വറുത്തിട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് 2 കപ്പ് അരി, 250 ml കപ്പിന് 2 കപ്പ് അരി എടുത്ത് നല്ലോണം ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ഉണക്കാനുണ്ട്. ഞാൻ ഫാനിൻ്റെ അടിയിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടപ്പോൾ ഇതുപോലെ നല്ലോണം ഉണങ്ങി കിട്ടി കേട്ടോ. കണ്ടോ, ഇതുപോലെ കഴുകിയിട്ട് വേണം നമ്മളിത് വറുക്കാൻ വേണ്ടി. ഞാനിത് 2 കപ്പാണ്. 2 കപ്പ് എടുത്ത് നമുക്ക് ഇത് 2 കപ്പ് ഞാൻ അളന്നാട്ടാണ് ഇത് എടുത്തത്. അപ്പം നമുക്ക് അടുപ്പയിലോട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാൻ പാൻ അടുപ്പ വെച്ചിട്ടുണ്ട്. ഇപ്പം തീ കുറച്ച് വെച്ചേക്ക് ഇട്ടതിന് ശേഷം ഒത്തിരി തീ വെച്ച് കരിച്ച് കളയല്ലേ. 1 കപ്പ് ഇട്ടു. അപ്പം 2 കപ്പ്. നമുക്ക് ചെറിയ തീയെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് കരിച്ച് കളയല്ലേ, കരിക്കാതെ നല്ലോണം ഇത് വറുത്തെടുക്കണം. ചോറ് വെക്കുന്ന കുത്തരിയില്ലേ, കുത്തരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെള്ളരിയിൽ നിന്നും ഉണ്ടാക്കാം. കുത്തരിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് വറുത്തെടുക്കാം. അതായത് തീ കുറച്ചും കൂട്ടിയും വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഫുൾ തീയെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ തീരെ കുറച്ച് വെച്ചാൽ ഇതാകത്തില്ല. അപ്പം തീ കുറച്ചും കൂട്ടിയും വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി. ഒരു ഇച്ചിരി സമയം എടുത്ത് വേണം നമ്മളിത് വറക്കാൻ. പെട്ടെന്നായാൽ മൂത്ത് പോകും. അന്നേരം നമുക്ക് ഈ റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ അരി വറുത്തെടുക്കണം. ഇത് കണ്ടത്, ഇത് വറുത്ത് തീരാറായിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം. ചിലതൊക്കെ കണ്ടോ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. കരിച്ചെടുക്കാതെ നല്ലോണം എടുക്കണം, കരിഞ്ഞു പോകല്ലോ. നമുക്കിനി ഇത് വാങ്ങി വെക്കാവേ. പാനിനകത്ത് വെക്കല്ലേ, വേറൊരു പാത്രത്തേക്കാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോയി. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇത് പൊടിക്കേണ്ടത്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം വേണം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര 200 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. 200 ഗ്രാം ശർക്കര. ഇത് വെള്ള ശർക്കരയാണ്. ഏത് ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല. 200 ഗ്രാം. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം. ശർക്കര പാനി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാതെ. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. ഇച്ചിരി കശുവണ്ടി പരിപ്പിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇച്ചിരി മതിശാല. ഇതിനകത്തോട്ട് ശകലം മുന്തിരിങ്ങയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടാണ്. നമുക്കിത് നെയ്യോടുകൂടിയാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് മാറ്റി വെക്കാം ഇതോടുകൂടി. ഇനി നമുക്ക് തീ കത്തിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എല്ലാം തീ കത്തിക്കാതാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഈ ചെറുപഴമാണ് വേണ്ടത്. ഏത്തയ്ക്ക കൊള്ളത്തില്ല, ഏത്തപ്പഴം കൊള്ളത്തില്ല, ഈ ചെറുപഴമാണ് കൊള്ളുന്നത്. ഇത് ഏത് പഴമാണെങ്കിലും പാളയംകുടനോ ഞാലിപ്പൂവനോ മോറീസ് പഴം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. ഇപ്പം ഞാൻ ഇതുപോലത്തെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് 2 പ്രാവശ്യമായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കുറച്ചിട്ട് ആറിയ ശേഷം വേണം പൊടിക്കാനായിട്ട്. 2ആയിട്ട് പൊടിക്കാം. പൊടിക്കുമ്പം നൈസായിട്ട് പൊടിക്കേണ്ട. നമ്മുടെ അവലോസ് പൊടിയൊക്കെ തന്നെ നമ്മൾ ഇച്ചിരി തരിതരിപ്പ് വേണം പൊടിക്കുമ്പോൾ. നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടത് ഇതുപോലെ കണ്ടോ, ഈ ബൗളിലേക്ക് ഇടാം. ഇനി അടുത്തതും ഇതുപോലെ പൊടിച്ചുകൊണ്ട് വരാം. അപ്പം മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയെല്ലാം പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇടാം. വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഇടുക. നമ്മൾ പഴം ഇത് വെച്ചേക്കുന്ന ഇടുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിൽ തോന്നുന്നു കൈ കൊണ്ട് നല്ലോണം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് ഈ പഴവും ഈ അരി പൊടിച്ചതും എല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ അരി വറുത്തതും തേങ്ങയും പഴവും എല്ലാം കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴയകാല പലഹാരമാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചേക്കുന്നത് കൊണ്ടാണ് ഈ നിറം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ. ഇത്ര നമ്മൾ അരിയും തേങ്ങായും പൊടിച്ചതും തേങ്ങായും എല്ലാം കൂടെ നമ്മൾ പഴവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. നമ്മൾ ശർക്കരയുടെ പാനിയാണ് ഇനി ഒഴിക്കേണ്ടത്. കുറേശ്ശെ ഒഴിച്ച് അതും കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ടൊന്ന് കുഴച്ച ശേഷം നമുക്ക് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ആദ്യമേ കൈ കൊണ്ടൊന്ന് കുഴച്ച ശേഷം നമുക്ക് സ്പൂൺ ഇട്ട് ഇളക്കിയെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ച് വെക്കണേ. ഞാൻ ആ ബൗൾ മാറ്റി വേറെ ആക്കി കേട്ടോ. അതിനകത്ത് പറ്റത്തില്ല, ഒത്തിരി ആയായിരുന്നു. അത് ചെറിയൊരു ബൗളായിരുന്നു. ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശർക്കരയുടെ പാനി കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ബാക്കിയും കൂടി ഇരിക്കുന്നതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കൊരു സ്പൂണും കൊണ്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഈ കൈ കൊണ്ട് തന്നെ വേണം ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഈ അരി പൊടിച്ചതിലേക്ക് ശർക്കരയും പഴത്തിൻ്റെ എല്ലാം ഇറങ്ങണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇടേണ്ടവർക്ക് ഇട്ടിട്ട് ഇളക്കാം, ഇല്ലാത്തവർ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അങ്ങ് ചെയ്തേച്ചാൽ മതി. അപ്പം ഇതുപോലെ ഇളക്കി നമ്മൾ 10 മിനിറ്റ് നേരം നമ്മൾ മൂടി വെക്കണം. എന്ന് വെച്ചാൽ ശർക്കരയുടെ ഇതെല്ലാം ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ മൂടി വെക്കുവാണ്. 10 മിനിറ്റ് ശേഷം നമുക്ക് എടുക്കാം. ഇതുപോലെ മൂടി 10 മിനിറ്റ് നേരം വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാത്രത്തിൽ എടുത്താണ്. കണ്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ആ ശർക്കര എല്ലാം ഇതിലോട്ട് നല്ലോണം ഇതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു റെസിപ്പിയാണിത്. അരി വറുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ തേങ്ങായും ശർക്കരയും പഴവും കശുവണ്ടിയും മുന്തിരിങ്ങായും നെയ്ക്കകത്ത് വറുത്ത ഏലക്കാപ്പൊടി എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോകളെല്ലാം ഒന്ന് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി അരി പൊടിച്ച റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ചാറിന് കഴിഞ്ഞ ദിവസം ഇട്ട അച്ചാറിൻ്റെ വീഡിയോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. വേണ്ടവർ ഇച്ചിരി തിന്നാൻ നേരം നല്ല ശർക്കരപ്പാനിയില്ലത് ഇങ്ങനെ ഒഴിച്ചിട്ട് തിന്നുന്നത് നല്ലതാണ് കേട്ടോ. വേറെ എക്സ്ട്രാ പഴമൊന്നും വേണ്ട. ഇങ്ങനെ നമുക്ക് തിന്നാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.